أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال لئن اتخذت إلها غيري لأجعلنك من المسجونين. قال أولو جئتك بشيء مبين. قال فأت به إن كنت من الصادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1234 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്തുൽ ശുഅറയിലെ 29 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال لئن اتخذت إلها غيري لأجعلنك من المسجونين. قال أولو جئتك بشيء مبين. قال فأت به إن كنت من الصادقين. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 29 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമും ഫറവോയും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. സൂറത്ത് ശുഅറയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച വിധത്തിൽ അതിന്റെ ആമുഖമായി കാണാവുന്ന ഏതാനും ആയത്തുകൾ പിന്നിട്ട ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ചില ചരിത്ര സംഭവങ്ങളെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ പലതും അതിനേക്കാൾ കടുപ്പമുള്ളതായ പല സാഹചര്യങ്ങളും പിന്നിട്ട കാലങ്ങളിൽ പൂർവികരായ പ്രവാചകന്മാര് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകത്വത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ വിസമ്മതിച്ചു നിൽക്കുന്ന നിഷേധികളായ മക്കയിലെ ആളുകൾ ഉൾപ്പെടെയുള്ളവരെ പ്രവാചകന്മാര് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം എത്ര യുക്തിഭദ്രമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളും അടങ്ങിയതാണ് ഈ വിവരണങ്ങൾ. ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗത്ത് 29-ാമത്തെ ആയത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനോട് ഒരു ഭീഷണി മുഴക്കുകയാണ് ഫറോവ. ഫറോവ പറഞ്ഞത് ഇങ്ങനെയാണ് സംസാരത്തിനിടക്ക്. ഇന്നലെ അതിന്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടതാണ്. പലവിധ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചതിന് ശേഷം ആകാശഭൂമികളുടെ ഉടമസ്ഥനായ നാഥൻ അവന്റെ പ്രതിനിധിയായിട്ട് അവന്റെ അടുക്കൽ നിന്നുള്ള ദൂതനായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്നത് മൂസ അലൈഹി ഇസ്ലാം ഊന്നി പറഞ്ഞപ്പോ ഫിറഔൻ പറയുകയുണ്ടായത് ജനങ്ങളോടായിട്ട് ഇന്ന റസൂലക്കുമുല്ലദി ഉർസില ഇലൈക്കും ലമജ്നൂൻ, ദൂതൻ എന്ന വിധത്തിൽ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന ഈ കക്ഷി ഇവൻ തനി ഭ്രാന്തനാണ് എന്നാണ് ഫിറഔൻ ആ ഘട്ടത്തിൽ പറയുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാം അതിനോടൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്ന ആ ആദർശ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തുടർന്നും പറയുന്നത് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്,
എന്റെ നാഥൻ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനാണ്. ഒമാ ബൈനഹുമ, അവയ്ക്കിടയിലുള്ള സകലതിന്റെയും റബ്ബാണ്. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾക്ക് കാര്യങ്ങള് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യം ഇതാണ്. കിഴക്കിനും പടിഞ്ഞാറിനും അവയ്ക്കിടയിലുള്ള സകലതിൻ്റെതും ആയ ഒരു സ്രഷ്ടാവും സംരക്ഷകനുമായ ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ ദൂതനായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു വെച്ചത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഫറോവ പറയുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ച 29-ാമത്തെ ആയത്തിൽ വരുന്നത്. ഖാല, ഫിറഔൻ പറയുന്നത് ഇങ്ങനെയാണ്: അവലൗ ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി. മൂസ അലൈഹി ഇസ്ലാമിനോട് വ്യക്തിപരമായിട്ട് തന്നെയാണ് പറയുന്നത്. ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത മറ്റൊരു ആരാധ്യനെ നീ സ്വീകരിക്കുന്നുവെങ്കിൽ ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, തീർച്ചയായിട്ടും ഞാൻ നിന്നെ തടവുകാരനാക്കും, അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നെ ഞാൻ ഉൾപ്പെടുത്തും. ഇതാണ് ഫിറോന്റെ ഭീഷണി. അള്ളാഹുവിനെ പ്രപഞ്ചങ്ങളുടെ നാഥനായി കണ്ടുകൊണ്ട് അവന്റെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും നിയമങ്ങളുമാണ് പാലിക്കപ്പെടേണ്ടത് എന്നത് ഉൾക്കൊള്ളുന്ന, അത് അംഗീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു ജീവിത മാർഗമാണ് പ്രവാചകന്മാർ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഫിറഔൻ തന്റെ അധീനതയിലുണ്ടായിരുന്ന ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത് അയാളുടെ സ്വന്തം മേൽക്കോയ്മയാണ്. അയാളുടെ തന്നിഷ്ടങ്ങളാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത്. താനാണ് അവരുടെ കൺകാണ ദൈവം എന്ന നിലക്കാണ് ഫിറഔൻ അവരോട് തന്നെ അനുസരിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പാലിക്കപ്പെടേണ്ട നിയമങ്ങള്, ലംഘിക്കപ്പെട്ടുകൂടാത്ത വ്യവസ്ഥകളും ഒക്കെ ഫിറഔൻ സ്വന്തം നിലക്കുണ്ടാക്കിയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആരാധിക്കപ്പെടുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വലിയ അർത്ഥസൂചനകൾ ഉള്ള വിധത്തിലാണ് ഫിറഔൻ സ്വയം അവരുടെ മേൽ ദൈവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവമായി അവകാശപ്പെട്ടുകൊണ്ട് തന്റെ ചൊൽപ്പടിക്ക് കീഴിൽ നിലകൊള്ളണം എന്ന നിലക്ക് അവരെ കാര്യങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അയാളുടെ അവകാശവാദവും താനാണ് എല്ലാറ്റിന്റെയും അവസാന വാക്ക് പറയേണ്ട ആള്, തനിക്കപ്പുറത്തേക്ക് മറ്റൊരു ശക്തിയില്ല, കാര്യങ്ങളുടെ മേൽ തീരുമാനമെടുക്കാനോ നിയന്ത്രിക്കാനോ അധികാരമുള്ളവനായിട്ടില്ല എന്നതാണ് ഫറോവയുടെ വാദം. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിനോട് ഫിറോൻ പറയുന്നതില് ഇനി തഖൽത ഇലാഹൻ ഗൈരി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും അതുപോലെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അവയ്ക്കിടയിലുള്ളതിന്റെയും സകല സൃഷ്ടിജാലങ്ങളുടെയും റബ്ബാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞ മൂസ അലൈഹി ഇസ്ലാം, ആ മൂസ അലൈഹി ഇസ്ലാമിനോട് ഫറോവ പറയുന്നത് ഇങ്ങനെയാണ്: ലഇൻ ഇത്തഖൽത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്തൊരു ആരാധ്യനെ നീ സ്വീകരിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ധിക്കാരം നീ ചെയ്താൽ, ഞാനല്ലാത്ത ഒരു ആരാധ്യൻ എന്റെ ഭരണ ഭൂപ്രദേശത്ത്, ഞാൻ അധികാരം വാഴുന്ന പ്രദേശത്ത് ഞാനല്ലാത്തൊരുവനെ ആരാധ്യനായിട്ട് നീ സ്വീകരിക്കുന്നുവെങ്കിൽ ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, നിനക്കെതിരിൽ ഞാൻ കടുത്ത ശിക്ഷാ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. തടവിലാക്കപ്പെട്ടവരോടൊപ്പം നിന്നെയും ഞാൻ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തുറുങ്കിലടക്കും. ഇതാണ് പറയുന്നത്, ഭീഷണി അതാണ്. അപ്പോ ഏത് കാര്യത്തിലുമുള്ള അവസാന വാക്കായിട്ട് ഫറോവയെ കാണേണ്ടതുണ്ട്. അത് കാണാൻ നീ സന്നദ്ധനാവുന്നില്ലെങ്കിൽ, എന്നോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് നീ മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ തുറുങ്കിലടക്കും. തുറുങ്കിലടക്കപ്പെട്ടവരോടൊപ്പം നിന്നെ ഞാൻ ഉൾപ്പെടുത്തും.
ഇതാണ് മൂസ അലൈഹിസ്സലാമിനോടായിട്ട് ഫിറോൻ പറയുന്നത്. അപ്പൊ ഖാല, മൂസ അലൈഹിസ്സലാം ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ചോദിക്കുന്നത്, അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ, വളരെ തെളിമയുള്ള ഒരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ കാണിക്കുകയാണെങ്കിലോ എന്നാണ്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഈ പ്രപഞ്ച സാകല്യത്തിനായിട്ട് ഒരേ ഒരു റബ്ബേ ഉള്ളൂ എന്ന കാര്യങ്ങളൊക്കെ നിന്നെ ബോധ്യപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ കാണിക്കുകയാണെങ്കിലോ, നിന്റെ അടുക്കൽ കൊണ്ടുവരികയാണെങ്കിലോ, അങ്ങനെയാണെങ്കിലും നീ എന്നെ തുറുങ്കിൽ അടച്ചു കളയുമോ എന്നതാണ് ആ ഇൻകംപ്ലീറ്റ് ആയ എക്സ്പ്രഷന്റെ ധ്വനി. ഇവിടെ ഫിറോൻ മുഴക്കിയ ഭീഷണി അതാണല്ലോ. ഫിറോവിനല്ലാത്ത മറ്റേത് ഇലാഹിനെ മൂസ അലൈഹി ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിലും മൂസ അലൈഹി ഇസ്ലാം തുറുങ്കിലടക്കപ്പെടും എന്നതാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം തിരികെ ചോദിക്കുന്നത്, ഞാനീ പറയുന്ന സംഗതികൾക്കുള്ള സാക്ഷ്യം, ഞാനിവിടെ അവതരിപ്പിക്കുന്ന ജീവിത ദർശനത്തിനുള്ള പിൻബലം, അത് വളരെ തെളിമയോടെ ഉള്ള ഒരു കാര്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണെങ്കിലോ, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തെളിമയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കൊണ്ടുതരികയാണെങ്കിലോ, ഞാന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദൂതനാണ് എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളെ കാണിച്ചാലോ. പല അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ. അവലൗ ജിഅ്തുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നാൽ എന്താണ്? ബിശൈഇൻ മുബീൻ, വളരെ തെളിമയുള്ള ഒരു സാധനം, നിങ്ങൾക്ക് കാര്യങ്ങളെ എല്ലാം ബയ്യീനാക്കി തരുന്ന, എല്ലാം എളുപ്പമായി മനസ്സിലാകാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതി ഞാൻ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നാലോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നതാണ് ചോദ്യം. അപ്പൊ നിന്റെ അവകാശവാദങ്ങൾക്കൊന്നും പിന്നെ നിലനിൽപ്പില്ലല്ലോ. അങ്ങനെയാണെങ്കിലും നീ എനിക്കെതിരിലുള്ള ഈ അക്രമ നടപടി തുടരുമോ എന്നതാണ് അതിന്റെ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കംപ്ലീഷൻ. അപ്പോ അത് പൂർണ്ണമായിട്ട് പറയുന്ന രീതിയിലല്ല ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ പകരമായിട്ട് ഈ മുന്നോട്ട് വെക്കുന്ന വാദങ്ങള് തെറ്റാണ് എന്നത് തെളിയിക്കുന്ന വിധത്തില് ഞാൻ റബ്ബുൽ ആലമീന്റെ അടുക്കൽ നിന്നുള്ള ഒരു സാക്ഷ്യം നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാം. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്ന കാര്യം. അപ്പോ ഫിറോവിന്റെ മറുപടി ഇങ്ങനെയാണ്. ഖാല, അയാൾ പറഞ്ഞു, ഫഅ്തി ബിഹി, നീ കൊണ്ടുവാ, ഇൻ കുന്ത മിന സാദിഖീൻ, നീ സത്യസന്ധതയോടുകൂടിയാണ് ഇക്കാര്യം പറയുന്നതെങ്കിൽ, നീ സത്യവാനാണെങ്കിൽ, നീ അവകാശപ്പെടുന്ന കാര്യം സത്യമായിട്ടാണ് അവകാശപ്പെടുന്നതെങ്കിൽ നീ ആ തെളിവ് കൊണ്ടുവാ. നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഉള്ള സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത് തെറ്റാണ് എന്നത് തെളിയിക്കുന്ന വിധത്തില് നീ ഒരു സാക്ഷ്യം കൊണ്ടുവരുന്നുവെങ്കിൽ കൊണ്ടുപോവാ. ഇതാണ് ഫിറോവിന്റെ പ്രതികരണം. ഇവിടെ സൂക്ഷ്മമായിട്ട് ചില കാര്യങ്ങൾ അപഗ്രഥിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും ലോകത്ത് തൗഹീദിന്റെ വിരുദ്ധ പക്ഷത്തുണ്ടായിരുന്നത് കുഫറിനേക്കാളേറെ ശിർക്കാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുക എന്നത് വളരെ വിരളമായിട്ട് ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ലോകത്ത് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ദൈവനിഷേധം എന്നത് ഈ പ്രപഞ്ച സംവിധാനങ്ങളുടെ ഉടമസ്ഥനായിട്ട് ഒരു നാഥനുണ്ട് എന്ന കാര്യത്തെ നിഷേധിക്കുന്നത് വളരെ വിരളമായിട്ട് മാത്രം ചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി വൈഡായിട്ട് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ ഒരു അടിത്തറ പാകപ്പെടുന്നത് കൊണ്ട് ദൈവനിഷേധം ഒരു വൈഡ് സ്പ്രെഡ് ആയ ഒരു കൾച്ചറായിട്ടൊക്കെ കാണാൻ സാധിച്ചെന്ന് വരും. എന്നാലും അത് പരിമിതമാണ്. ലോകത്തെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ദൈവനിഷേധം നടത്തുന്ന ആളുകൾ വളരെ എണ്ണത്തിൽ വളരെ കുറവാണ്. പ്രവാചകന്മാരൊക്കെ നേരിട്ടിരുന്ന
ഏറ്റവും വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ അവരോട് എതിർപ്പ് കാണിച്ച് ധിക്കാരം കാണിച്ച് നിഷേധികളായി നിലകൊണ്ടിരുന്നത് ഈ പ്രപഞ്ചത്തിനാകമാനമായൊരു റബ്ബുണ്ട് എന്ന കാര്യത്തെ നിഷേധിക്കുന്ന ആളുകളായിരുന്നില്ല. അത് നിഷേധിക്കുകയായിരുന്നില്ല അവര് മുഖ്യമായി ചെയ്തിരുന്നത്. പ്രവാചകന്മാര് അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് അവരോട് സംസാരിച്ചപ്പോ അവര് ഈ പ്രപഞ്ചനാഥനിലേക്ക് എത്തുവാൻ, പ്രപഞ്ചനാഥനോട് കാര്യങ്ങൾ പറയുവാൻ, അവന്റെ സഹായം തേടുവാൻ ഒക്കെ തങ്ങളെ സഹായിക്കുന്ന ചില ഏജൻസ് ഉണ്ട് എന്നതാണ് അവർ പറഞ്ഞിരുന്ന കാര്യം. അതാണ് അവരുടെ വിഗ്രഹങ്ങളും അവരുടെ ആൾദൈവങ്ങളും അവരുടെ അതുപോലെ ജിന്നുകളൊക്കെ പോലെയുള്ള മറഞ്ഞിരിക്കുന്ന അദൃശ്യരായ ജീവികളോ ശക്തികളോ ഒക്കെയായ സംഗതികളൊക്കെയാണ് അവര് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ഏജൻസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവരെ പ്രസാദിക്കുകയും അവരെ പൂജിക്കുകയും അവരുടെ തൃപ്തി നേടുകയും ചെയ്യുക, എന്നിട്ട് അവര് മുഖേന വേണം ദൈവത്തിലേക്ക് എത്താൻ എന്നതായിരുന്നു എല്ലാ പ്രവാചകന്മാരും അഭിമുഖീകരിച്ചിരുന്ന പ്രതിസന്ധി. ഇവിടെയും വ്യത്യസ്തമൊന്നുമല്ല യഥാർത്ഥത്തിൽ. ഫിറഔൻ പ്രപഞ്ചങ്ങൾക്കൊരു നാഥനുണ്ട് എന്നതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് നിഷേധിക്കുന്ന ഒരു രീതിയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മറിച്ച് തന്റെ അധികാര മേഖലയില് മറ്റൊരാളുടെ ഇടപെടൽ ഉണ്ടാകുന്ന വിധത്തിൽ തന്റെ മേൽ ഒരാൾക്ക് അധികാരമുണ്ടാകുന്നു എന്നതാണ് അയാള് നിഷേധിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. ഈജിപ്തിലെ ജനങ്ങളുടെ മേൽ അവരെന്ത് നിയമം അനുസരിക്കണം, ഏത് വ്യവസ്ഥ അനുസരിച്ചാണ് അവർ നിലകൊള്ളേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് താനാണ്. തന്റെ കീഴിൽ അടിമകളായി ജീവിക്കുന്ന ഒരു വംശമുണ്ട്. ആ വംശത്തിൽപ്പെട്ട ഒരാള് ഈ പ്രപഞ്ചങ്ങളുടെ നാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവനാണ് റബ്ബ് എന്ന് പറഞ്ഞു വരുമ്പോ യഥാർത്ഥത്തിൽ അത് പറയാൻ ആദ്യം ഫിറഔന്റെ സമ്മതം വേണ്ടതുണ്ടായിരുന്നു എന്നതാണ് അയാളുടെ ഒരു നിലപാട്. ഇത് പറയാൻ നിനക്ക് ഇവിടുന്ന് അധികാരം കിട്ടി, ഈ ഭൂപ്രദേശത്തുള്ള മുഴുവൻ സംഗതികളുടെയും അധിപൻ ഞാനല്ലേ എന്നതാണ് അയാളുടെ നിലപാട്. അപ്പോ ഏകനായ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രജകളിൽപ്പെട്ട ഒരാള് എന്റെ മുന്നിൽ വരിക എന്നത് ഫിറഔൻ എന്ന ആ പ്രതിഭാസത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വീകാര്യമായിട്ട് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം വിധേയത്വം നൽകാൻ മറ്റൊരു ശക്തി ഉണ്ട് എന്ന് വരികയാണെങ്കിൽ ജനങ്ങള് തന്നെക്കാൾ ഏറെ വിധേയത്വം വേറൊരു ശക്തിക്കാണ് കൊടുക്കുന്നത് എന്ന് വരുമ്പോ ഫിറഔന്റെ അധികാരം വളരെ നിസ്സാരമായതോ അപ്രസക്തമായതോ ആയി മാറും എന്നതാണ് അയാൾ ആശങ്കിക്കുന്ന ഒരു കാര്യം എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഫിറഔൻ പറയുന്ന കാര്യം ഖാല ഫഅതി ബിഹി ഇൻ കുൻത മിനസ് സ്വാദിഖീൻ എന്നാണ്. നീ തെളിവ് കൊണ്ടുവന്നോ, തെളിമയുള്ള വ്യക്തതയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിലോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുകയുണ്ടായത്. അപ്പൊ നീ സത്യസന്ധതയോടുകൂടിയാണ്, നീ സത്യവാനായിക്കൊണ്ടാണ് ഇത് വാദിക്കുന്നതെങ്കിൽ നീ അതിന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് തെളിവ് കൊണ്ടുവന്നോളൂ എന്നാണ് ഫിറഔൻ ഇവിടെ പറയുന്നത്. അപ്പോ ഫിറഔൻ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ റോള് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക്, അള്ളാഹുവിന്റെ സന്ദേശം കൊണ്ടുവന്ന ദൂതൻ എന്ന നിലക്കുള്ള ഈ ഒരു സംഗതിയെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണ് ഫിറഔൻ ചെയ്യുന്നത്. അങ്ങനെ വല്ല സംവിധാനം ഉണ്ടെങ്കിൽ ഞാനാണല്ലോ അത് അറിയേണ്ടതും അതിന് അംഗീകാരം കൊടുക്കേണ്ടതും ഒക്കെ ആദ്യമായിട്ട് എന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സ്വരത്തിൽ കാണാൻ കഴിയും.
ആളുകൾക്ക് തന്റെ നിയമനിർദ്ദേശങ്ങളെയോ അല്ലെങ്കിൽ താൻ നടപ്പിലാക്കുന്ന വ്യവസ്ഥയെയോ ലംഘിക്കുന്ന വിധത്തില്, അതിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ തന്റെ മേലൊരു മേലധികാരി, തന്നെ ഓവർ റൂൾ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു അധികാര കേന്ദ്രം, അത് ഫിറഔൻ അംഗീകരിക്കാനേ കൂട്ടാക്കുന്നില്ല. മിക്ക സ്വേച്ഛാധിപതികളുടെയും ഭരണനിർവഹണത്തിന്റെ ഒരു മറയായിട്ട് അവർ സ്വീകരിക്കാറുള്ളത് അൺസീനായ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവന്റെ ആളാണ് താൻ എന്ന നിലക്കാണ്. അൺസീനായ ഒരു ദൈവത്തിന്റെ ഒരു ശക്തി, അതിനെ മുൻനിർത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ആൾ താനാണ് എന്നുള്ള നിലക്കാണ് വളരെ ധിക്കാരപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പലരും തനിക്കുള്ള ഒരു ലെജിറ്റിമസി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോ ഫിറോവിന്റെയും കാര്യത്തിൽ അതില് പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. ഫിറോവിന് ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന സ്വേച്ഛാധിപത്യ സ്വഭാവം കാണിക്കുന്നു എന്നേ ഉള്ളൂ. പ്രപഞ്ചനാഥൻ എന്ന ഒരു ആശയത്തെ ഫിറോവിൻ നിഷേധിക്കുകയോ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയോ ചെയ്യല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അത് ധിക്കാരം കാണിക്കുന്നതിന്റെയും അനുസരണക്കേട് കാണിക്കുന്നതിന്റെയും ഒക്കെ രീതിയിലാണ്. അപ്പോ തന്റെ ചൊൽപ്പടിക്ക് കീഴില് കഴിയേണ്ടവരാണ് ഇവരൊക്കെ എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്, അല്ലെങ്കിൽ ഒരു അവകാശവാദമാണ് ഫിറഔന് ഉള്ളത്. അപ്പോ ഞാൻ 3 ആയത്തുകളാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിനോട് ഫിറഔൻ പറഞ്ഞ കാര്യം, ഇനി തഖത്ത ഇലാഹൻ ഗൈരി ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ എന്നാണ്. ഞാനല്ലാത്ത ഒരു ഇലാഹിനെ വിധേയത്വം കാണിക്കാൻ, വിധേയപ്പെടാൻ, കൂറ് കാണിക്കാൻ, അതുപോലെ ആരാധന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അല്ലാത്ത ഒരുവനെ നീ ഇലാഹായിട്ട് സ്വീകരിക്കുന്നുവെങ്കിൽ ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, ഞാൻ നിന്നെ തീർച്ചയായിട്ടും തടവിലാക്കും. തടവിലാക്കപ്പെട്ട, തുറുങ്കിലടക്കപ്പെട്ടവരോടൊപ്പം നിന്നെ പെടുത്തും. അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു ചോദിച്ചത്, ഞാൻ പറയുന്ന കാര്യങ്ങൾക്കുള്ള പിൻബലമായി വ്യക്തതയുള്ള ഒരു സംഗതി ഞാൻ കൊണ്ടുവരികയാണെങ്കിലോ എന്ന്. അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ. അപ്പോ ഫിറഔന്റെ മറുപടി ഫഅതി ബിഹി, നീ കൊണ്ടുവാ, ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ സത്യവാനാണെങ്കിൽ എന്നാണ്. അപ്പൊ ഈ സംഭാഷണം മൂസ അലൈഹി ഇസ്ലാമും ഫിറഔനും തമ്മിലുള്ള ഈ സംഭാഷണം തുടരുകയാണ്. ഏതാനും ആയത്തുകൾ കൂടി അത് നീണ്ടു നിൽക്കുന്നുണ്ട്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വിശദമായ പഠനത്തിന് വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.